വിധവ എന്ന് പറയണ്ട. എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത്. ഓക്കെ, ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ്. ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാണ്. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയാണ്ടിരുന്നതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു, എൻഗേജ്. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും സുഖമാണ്. പിന്നെ കുറേ കമൻറ്റിലില്ലേ വിധവയാണെന്നുള്ള കമൻറ്റ് വന്നു. ഇനി വിധവ എന്ന് പറയണ്ട. എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത്. ഓക്കെ, ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ്. ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാണ്. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയാണ്ടിരുന്നതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു, എൻഗേജ് എന്താ പറയുക, മെഹറിട്ടു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വിധവ എന്നുള്ളത് പറയണ്ട. എന്തിനാണ് ഇങ്ങനെ വിധവ വിധവ പറയുന്നത്? അപ്പോൾ വിധവയല്ല, അപ്പോൾ വേറെ ഒരാളുടെ ഭാര്യയാണ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. ബായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്താ പറയാനുള്ളത് വെച്ചാൽ, ഞാനിടുന്ന വീഡിയോസിൻ്റെ കട്ട് വീഡിയോസ് എടുത്തിട്ടിട്ട് ഈ ഇറ്റ്സ് മീ ഗൈസ്, സ്നാപ്പ് ടാൾക്കർ, അങ്ങനെ എന്തോ സ്നാപ്പ് ടാൾക്കർ, അങ്ങനെയൊക്കെ കുറെ വീഡിയോസ് യൂട്യൂബർമാരുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ അതിന്റെയൊക്കെ കട്ട് പോർഷൻ എടുത്തിട്ടിട്ട് വീഡിയോസ് ഇടുമ്പോൾ പിന്നെ നിങ്ങൾ അതിന്റെ തമ്പനയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലാണ്ട് നിങ്ങൾ തോന്നിയ പോലെ ഞാൻ അതിൽ എന്റെ ജീവിത കഥ ഫസ്റ്റ് മുതലുള്ള ഞാൻ ഇന്റർവ്യൂവിൽ കൊടുത്തിരിക്കുന്നത് എന്റെ ജീവിത കഥയാണ്. അതിനെ തമ്പനയിലാക്കിയിട്ട് എന്റെ ഇക്കാന്റെ മരണ കാരണം എന്റെ ഇക്കാന്റെ വീട്ടുകാർ, അങ്ങനെ ഒരിക്കലും ഞാൻ അതിലില്ല. അത് വീഡിയോ വ്യക്തമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. അതിന്റെ കട്ട് പോർഷൻ ഓരോരുത്തരും എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസ്, അതും നമ്മളോടൊന്നും ചോദിക്കാണ്ട്, നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ നമ്മളോട് ചോദിച്ചിട്ട് എടുത്തിടുന്ന ആൾക്കാരാണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ. ഇത് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇടണ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ കഥ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പറയുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഒരു കണ്ടന്റ് ആക്കി ഇടുന്നുണ്ടെങ്കിൽ, ഒന്നാമത് നമ്മളോട് നമ്മുടെ വീഡിയോസ് ഇടട്ടെ എന്ന് പോലും ഒരു ചോദ്യം ചോദിക്കാതെ ഇടുന്ന ആൾക്കാരാണ്. പിന്നെ അവരെ അതാണ് കണ്ടന്റ്, മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടന്റ് ആക്കി ഇടുന്നവരാണ്. ഇപ്പൊ ഈ ഞാന് എന്താ പറയാ, എന്റെ ഇക്കാന്റെ വീട്ടുകാരനായിട്ട് ഞാനൊരു അറ്റാച്ചും, അല്ലെങ്കിൽ ഞാൻ അവരെന്നെയും വിട്ടതാണ്, അവരെന്നെയും വിട്ടതാണ്. അപ്പൊ ഞാനും മക്കളും അവർക്ക് ഒരു ശല്യമില്ല, അവരെ ഞങ്ങൾക്ക് ഒരു ശല്യമില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് കൊടുത്തിട്ടിട്ട് ഇക്ക മരിക്കാൻ കാരണം ഇക്കാന്റെ വീട്ടുകാരല്ല, ഇക്കാക്ക് മാനസികമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ ഓരോ പ്രശ്നങ്ങൾ, എന്താ പറയാ, കുടുംബത്തിൽ വരുന്നതുകൊണ്ട് അവർക്ക് ആ ടൈമിൽ തോന്നി നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാം. എന്റെ ഒരു വീഡിയോസ് ഇടുമ്പോഴേക്കും 42K 50K വ്യൂസ്, അല്ലെങ്കിൽ 1 ലക്ഷം വ്യൂസ്, 2 ലക്ഷം വ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലും നിങ്ങൾക്ക് ഡോളറും കയറിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് പിന്നീട് പ്രശ്നങ്ങളായി തീരുന്ന രീതിയിലാവരുത്. നിങ്ങൾ അതിന് കാശ് ഉണ്ടാക്കണ്ടേ, പക്ഷെ മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണ് കാശ് ഉണ്ടാക്കുന്നതും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് എന്റെ മക്കളുടെയും കാര്യത്തിന് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് ജീവിക്കാം. ഓക്കെ, അപ്പൊ ഷാജി എന്ന് പറഞ്ഞ് ഇവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടോട്ടെ. കാര്യം എന്താന്ന് നോക്കണെങ്കിൽ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹതാപം കൊണ്ടിട്ട് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ ഷാജി എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ഒരു റീസൺ എന്താണെന്ന് നോക്കണമെങ്കിൽ ഇവരുടെ ഭർത്താവ് മുന്നേ മരിച്ചതാണ്. അപ്പൊ ഈ ഭർത്താവ് മരിച്ചപ്പോഴത്തേക്കും ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത്, അതേപോലെ തന്നെ ഇവർക്ക് 5 മക്കളുണ്ട്, അതിനകത്ത് 2 മക്കളെ ഇവര് അനാഥാലയത്തിലാക്കി എന്നൊക്കെ ഇവര് വന്നിട്ട് ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞു. അതേപോലെ ഒരു ഭർത്താവിനെ ചതിച്ചതാണ്, ഭർത്താവിന്റെ വീട്ടുകാരെന്നൊക്കെ വന്നിട്ട് ഇവരൊരു ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞതിനെ തുടർന്നിട്ടാണ് പിന്നെ ഇവർക്ക് ഈ ഒരു റീച്ചും അതേപോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പൊ പലരും ഇവരെ റിയാക്ട് ചെയ്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടത്. പക്ഷെ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് അത്യാവശ്യം റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവരെ മട്ട് മാറി. കാര്യം പിന്നെ ഇവർ അത്യാവശ്യം ഇങ്ങനെ എന്നെ വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തിട്ടാണ് നിങ്ങൾ കാശുണ്ടാക്കുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായി ഇവർക്ക്. പിന്നെ ഇവരെ കല്യാണമൊക്കെ ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞാർന്ന്.
അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് നമ്മളൊരു ക്ലിപ്പ് കണ്ടില്ലേ, അതായത് ഒരു താലി കാണിച്ചിട്ടുള്ള ഒരു സാധനം. അപ്പൊ ആ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് അതായത് ഇപ്പൊ ഒരു സമയത്ത് അത്രയും പാവമായിട്ട് അതേപോലെ അയ്യോ പാവ സെറ്റപ്പിനകത്ത് ഇരുന്നിട്ട് പിന്നെ ഇപ്പൊ വരുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ എന്നെ വെച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡിനകത്തേക്ക് മാറി. അതേപോലെ ആരൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്നു. അപ്പൊ ഈ ഒരു അതായത് നമ്മളിപ്പോ ഒരു അതായത് നിങ്ങളെങ്ങനെ വന്ന വഴി മറക്കാണ്ടിരിക്കാന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അതിപ്പോ എന്താണെങ്കിലും അതിപ്പോ നിങ്ങൾ എന്താണെങ്കിലും നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. ആ സമയത്ത് നമ്മൾ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നെല്ലാം മറന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ അവരൊക്കെ എന്നെ വെച്ചിട്ടാണ് ജീവിക്കണത് എന്നുള്ള ഒരു ലൈനകത്താണ് ഇപ്പൊ ഒരു വർത്താനം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കമന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും